HSST-യുടെ അടുത്ത ബാച്ച് അല്ലെങ്കിൽ HSST 2.0 കോഴ്സ് എൻട്രി ആരംഭിച്ചിട്ടുണ്ട്. അടുത്ത പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഈ കാണുന്ന വിഷയങ്ങളുടെ എല്ലാം 2025 ഡിസംബർ മാസം കേരള PSC ഒരുപാട് തസ്തികകളിലേക്ക് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുന്ന സമയമാണ്. HSST നോട്ടിഫിക്കേഷനുകൾ ഏതെല്ലാം സബ്ജക്റ്റിലാണ് വരാൻ പോകുന്നത്, വലിയ ചർച്ച നടക്കുന്നുണ്ട്, ഒരുപാട് പേര് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കുക, മറ്റ് ടീച്ചിങ് പോസ്റ്റുകളിലേക്ക് നടക്കുന്നത് പോലെ ഒന്നിച്ച് എല്ലാ സബ്ജക്റ്റിൻ്റെയും കൂടി നോട്ടിഫിക്കേഷൻ വരുന്ന രീതി ആയിരിക്കില്ല HSST-യുടേത്. HSST-യുടെ ലാസ്റ്റ് ലിസ്റ്റ് വന്ന ഡേറ്റ് അനുസരിച്ചുകൊണ്ട് ഓരോ വിഷയങ്ങളും നോട്ടിഫിക്കേഷനുകൾ അപ്ഡേറ്റ് ചെയ്ത് വരും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ഈ ഡിസംബർ മാസത്തിൽ വരാൻ സാധ്യതയുള്ള നോട്ടിഫിക്കേഷനുകളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുക, ഏതൊക്കെ വിഷയങ്ങളുടെ നോട്ടിഫിക്കേഷൻ വരും, അതാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ HSST-യുടെ കോഴ്സ് എൻട്രിയിൽ ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട എല്ലാ വിഷയങ്ങളുടെയും കോഴ്സ് എൻട്രിയിൽ റണ്ണിങ് ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അവസാനം പറയാം. നമ്മുടെ മെയിൻ കാര്യത്തിലേക്ക് നമുക്ക് പോകാം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ലേറ്റസ്റ്റ് ആയിട്ട് 2 നോട്ടിഫിക്കേഷനുകൾ ഇപ്പോൾ തന്നെ കേരള PSC സൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കാറ്റഗറി നമ്പർ 444/2025 ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജിയോളജിയും, കാറ്റഗറി 445/2025 നോൺ വൊക്കേഷണൽ ടീച്ചർ കെമിസ്ട്രി ജൂനിയറും 2 തസ്തികയിലേക്ക് ഹയർ സെക്കൻഡറി ലെവലിലുള്ള 2 തസ്തികകളിലേക്ക് നോട്ടിഫിക്കേഷൻ ഓൾറെഡി കേരള PSC പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ജിയോളജി ഒന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ജിയോളജിയുടെ ലാസ്റ്റ് ലിസ്റ്റ് വന്ന ഡേറ്റ് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് സൈറ്റിൽ പോയാൽ കണ്ടുപിടിക്കാൻ പറ്റും. 2023 അവസാന മാസങ്ങളിലായിട്ടാണ്, 10ാം മാസത്തിലോ മറ്റോ ആണ് അതിൻ്റെ ലിസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ലിസ്റ്റ് നിലവിൽ വന്നു കഴിഞ്ഞാൽ 1.5 വർഷം കഴിയുമ്പോഴാണ് അടുത്ത നോട്ടിഫിക്കേഷൻ വരിക. അതായത് 3 വർഷമാണ് ലിസ്റ്റിൻ്റെ കാലാവധി. ലിസ്റ്റ് കാലാവധി തീരുന്നതിന് മുമ്പ് ആ പ്രൊസീജിയറൊക്കെ തീർത്തിട്ട് എക്സാം ഒക്കെ നടത്തി ഇൻ്റർവ്യൂ ഒക്കെ നടത്തി വെക്കും. എന്നിട്ട് ലിസ്റ്റ് തീരുന്നതിൻ്റെ പിറ്റേ ദിവസം അടുത്ത ലിസ്റ്റ് നിലവിൽ വരും. അതാണ് സാധാരണ ഇപ്പോൾ PSC റെഗുലറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. അങ്ങനെയാണ് ജിയോളജിയുടെ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതേ സമയത്ത്, അതായത് ജിയോളജിയുടെ ലിസ്റ്റ് വന്ന സമയത്ത് തന്നെ മറ്റ് ചില പ്രധാനപ്പെട്ട വിഷയങ്ങളുടെ ലിസ്റ്റും വന്നിട്ടുണ്ട്. ഞാൻ ഇയർ ബൈ ഇയർ അത് കൃത്യമായിട്ടുള്ള ഡേറ്റ് അടക്കം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ അനലൈസ് ചെയ്യാം ഏതിൻ്റെയൊക്കെ വരില്ല എന്നുള്ളതിനെ കുറിച്ചിട്ട്. അപ്പോൾ 2025 ഡിസംബർ മാസം നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് ഒന്നിച്ചല്ല ഞാൻ പറയുന്നത്, പുറകെ ആയിട്ട് ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോയാലും തൊട്ട് പുറകെ തന്നെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന കുറേ വിഷയങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. HSST സുവോളജി, ഇതൊക്കെ ജൂനിയർ പോസ്റ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. ലാസ്റ്റ് നിങ്ങൾക്ക് ലിസ്റ്റ് വന്ന ഡേറ്റ് നോക്കിയാൽ 30/10/2023 ആണ്. HSST ബോട്ടണി 26/10/2023 ലിസ്റ്റ് വന്നിരിക്കുന്നത്. ഇതേ സമയത്താണ് നേരത്തെ നിങ്ങൾ കണ്ട ജിയോളജിയുടെ ലിസ്റ്റും വന്നിട്ടുള്ളത്. സോ ജിയോളജിയുടെ ഒക്കെ പുറകെ തന്നെ വരാൻ പോകുന്ന വിഷയങ്ങളായിട്ട് നമുക്ക് ഈ 2 വിഷയങ്ങളെ കാണാം. HSST കെമിസ്ട്രിയിലേക്ക് നോക്കിയാൽ 2024 അതിൻ്റെ ലിസ്റ്റ് വന്നത്. സ്വാഭാവികമായിട്ട് നിങ്ങൾ നോക്കുമ്പോൾ കാണാൻ പറ്റും ഒരു വർഷത്തോളം ഗ്യാപ്പ് ഉണ്ടല്ലേ ബാക്കി ലിസ്റ്റുകളുമായിട്ട്. പക്ഷേ HSST കെമിസ്ട്രിയുടെ ലിസ്റ്റിൽ നിന്നുള്ള അത്യാവശ്യം ഒരുപാട് പേർക്ക് കൊടുത്ത് തീരുന്നുണ്ട്. അതിൻ്റെ ലിസ്റ്റ് തീരാറായിട്ടുണ്ട്. മാത്രവുമല്ല 1.5 വർഷം പൂർത്തിയായി ആകുന്ന സമയമാകുമ്പോഴത്തേക്കും അതിൻ്റെ ലിസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ലിസ്റ്റിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. സോ കെമിസ്ട്രി നോൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ ഓൾറെഡി വന്നതുകൊണ്ടും നിങ്ങൾക്ക് ഇനി അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ HSST കെമിസ്ട്രിയിലേക്കും തൊട്ട് പുറകെ തന്നെ ഒരു എക്സാം വരാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഒന്നിച്ച് നടത്തിയ സംഭവങ്ങളും ഉണ്ട്. അതുകൊണ്ട് 2 ഒന്നിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. കെമിസ്ട്രിയും ഒരുപാടൊന്നും വൈകില്ല. മാത്സ് നോക്കിക്കുക. മാത്സ് എന്ന് പറയുന്നത് ഇവിടെ നിന്നൊക്കെ 1 മാസത്തെ ഗ്യാപ്പല്ലേ ഉള്ളൂ. 24/11/2023 അതിൻ്റെ ലിസ്റ്റും ഈ പറയുന്ന രീതിയിൽ തീരുമ്പോഴത്തേക്കും അടുത്ത ലിസ്റ്റ് തയ്യാറാക്കണമെങ്കിൽ നമുക്ക് 2025 എൻഡോടുകൂടി അല്ലെങ്കിൽ തൊട്ട് പുറകെ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുള്ള ഒരു സബ്ജക്റ്റ് തന്നെയാണ് മാത്സ് എന്നും കാണാൻ പറ്റും. HSST ഫിസിക്സ്, ഇത് ചോദിക്കുമ്പോൾ എന്നോട് ആൾക്കാർ ചോദിക്കും, ഡിസംബർ ഈ കുറച്ച് നാൾ മുമ്പല്ലേ ഒരു എക്സാം കഴിഞ്ഞതെന്ന് ചോദിക്കും. അത് സീനിയറിൽ പോസ്റ്റിലേക്കുള്ള എക്സാം ആയിരുന്നു. HSST-യുടെ ജൂനിയർ തസ്തികയിലേക്കുള്ള ലിസ്റ്റ് 5/12/2023 വന്നിട്ടുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഇതിൻ്റെയൊക്കെ തൊട്ട് പുറകെ തന്നെയാണ് ആ ലിസ്റ്റും വന്നിരിക്കുന്നത്. ജൂനിയറിൻ്റെ ഒരു പുതിയ നോട്ടിഫിക്കേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതും ഇതിനൊപ്പം തന്നെ വരാൻ സാധ്യതയുണ്ട്. 2025 ഡിസംബറിൽ വരാൻ സാധ്യതയുണ്ടെന്ന് പറയാൻ കാരണം ഏജ് ഓവർ ആവുന്നവരെ കൂടി പരിഗണിച്ചുകൊണ്ട് ഡിസംബർ 30 ലാസ്റ്റ് ഡേറ്റ് വെച്ചിട്ട് പലപ്പോഴും വരാറുള്ളത്. അതുകൊണ്ട് ഈ ഒപ്പം തന്നെ ഇതെല്ലാം വരാൻ സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ തൊട്ട് പുറകെ തന്നെ വരും, ഒരുപാടൊന്നും വൈകില്ല. HSST ഇംഗ്ലീഷ് നോക്കി 29/9/2023 കണ്ടോ, ഇതിനു മുമ്പാ. അപ്പോൾ അതും ഉടനെ നമുക്ക് പ്രതീക്ഷിക്കാം. HSST എക്കണോമിക്സ് 6/2/2024 2024 2024 തുടക്കത്തിൽ തന്നെ വന്നിരിക്കുന്ന ലിസ്റ്റാണ്. സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, അതിൽ നിന്നും അടുത്ത ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അധികം വൈകാതെ തന്നെ എക്കണോമിക്സിനെ പ്രതീക്ഷിക്കാം. HSST ഹിന്ദി നോക്കിയേ 2024 മിഡിലാണ്. അതും നമുക്ക് അധികം വൈകാതെ തന്നെ പ്രതീക്ഷിക്കാം. ഒരുപക്ഷെ ഇവരുടെ കൂടെ വന്നെന്നില്ല, തൊട്ട് പുറകെയാണെങ്കിലും വരാൻ സാധ്യതയുണ്ട്. ജോഗ്രഫി, HSST ജോഗ്രഫിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 20/10/2023 കണ്ടോ, ഈ 10ാം മാസത്തിലാണ്. ഇവരൊക്കെ ഒന്നിച്ച് നേരത്തെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള ആൾക്കാരാണ്. ഇനിയും നമുക്ക് അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം. HST ഇംഗ്ലീഷ്
29/9/2021 ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് മുകളിൽ. സോ ഇത്രയും വിഷയങ്ങളുടെ നോട്ടിഫിക്കേഷനാണ് നമുക്ക് തൊട്ട് പുറകെ തന്നെ എക്സ്പെക്റ്റ് ചെയ്യാവുന്നത്. മറ്റ് വിഷയങ്ങളും വരും, പക്ഷേ ഇതിൻ്റെ ഒപ്പം ആയിരിക്കില്ല. ബാക്കി HST കമ്പ്യൂട്ടർ സയൻസോ കൊമേഴ്സോ ഒക്കെ അതിനകത്തുണ്ട്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലുമൊക്കെ സബ്ജക്റ്റിൻ്റെ സമയം അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. എപ്പോഴത്തേക്ക് പ്രതീക്ഷിക്കുക എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വീണ്ടും വരുന്ന വീഡിയോകളിലൊക്കെ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. എന്തായാലും ജിയോളജിക്ക് പുറകെ നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട HSST സബ്ജക്റ്റുകളാണ് ഈ കൊടുത്തിരിക്കുന്ന സബ്ജക്റ്റുകൾ. ഇതിൽ എൻട്രി പ്രധാനമായിട്ടും ഇതിൻ്റെയൊക്കെ മിക്ക സബ്ജക്റ്റുകളുടെയും കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. ഇതൊക്കെ അതിൻ്റെ സ്കെയിൽ ഓഫ് പേ ഓൾഡ് ഇതിൽ വെച്ചിട്ടുള്ള സ്കെയിൽ ഓഫ് പേ ആണ്. അതിലൊക്കെ മാറ്റം വരും ഇനിയും. ഏജ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സോ ഇതൊക്കെയാണ് HSSTയുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. എൻട്രി HSST 2.0 അത് ആദ്യ സമയത്തെ എക്സാമുകളിലെ കഴിഞ്ഞ HSSTയിലും കഴിഞ്ഞ HSAയിലും കഴിഞ്ഞ LP-UPയിലും മിന്നുന്ന വിജയമായിട്ട് എൻട്രി നിൽക്കുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് HSSTയുടെ അടുത്ത ബാച്ച് അല്ലെങ്കിൽ HSST 2.0 കോഴ്സ് എൻട്രി ആരംഭിച്ചിട്ടുണ്ട്. അടുത്ത പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഈ കാണുന്ന വിഷയങ്ങളുടെ എല്ലാം നിങ്ങൾക്ക് എൻട്രിയിൽ ക്ലാസ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി. HSST ജനറൽ പേപ്പർ ഉണ്ട്, HSSTയുടെ ഇംഗ്ലീഷ്, മലയാളം, HSST ഹിസ്റ്ററി, HSST എക്കണോമിക്സ്, HSST കൊമേഴ്സ്, HSST മാത്തമാറ്റിക്സ്, HSST സുവോളജി, HSST ബോട്ടണി, HSST കെമിസ്ട്രി, HSST ഫിസിക്സിൻ്റെ ജൂനിയർ, ഫിസിക്സ് ആണ് കേട്ടോ ലാസ്റ്റ് കിടക്കുന്നത്, HSST ഫിസിക്സിൻ്റെ ജൂനിയർ. ഇത്രയും വിഷയങ്ങളിൽ ഇപ്പം തന്നെ എൻട്രിയിൽ കോഴ്സ് ഉണ്ട്. 180 ദിവസത്തെ ക്ലാസ് ആണ്. അതിൽ റെക്കോർഡഡ് വീഡിയോ ക്ലാസ് നിങ്ങൾക്ക് അവൈലബിൾ ആവും. പ്രീ കോഴ്സ് ആക്ടിവിറ്റി ഉണ്ട്. ജനറൽ പേപ്പറിന് സെപ്പറേറ്റ് പാക്കും എക്സാമും നിങ്ങൾക്ക് അവൈലബിൾ ആവും. സ്റ്റഡി നോട്ടും PYQ ഡിസ്കഷൻസും റിവിഷൻ ക്ലാസ്സുകളും എക്സാം സീരീസും എല്ലാം ഉണ്ടാവും. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിൻ്റെ സീരീസ്, വീക്കെൻഡ് റിവിഷൻ ടെസ്റ്റ്, 30ലധികം മോക്ക് എക്സാംസ്, PYQ എക്സാംസ്, മോട്ടിവേഷൻ ക്ലാസ്സുകൾ, സർപ്രൈസ് ടെസ്റ്റുകൾ, എക്സാം ഓറിയൻറ്റഡ് ലൈവ് ക്ലാസ്സുകൾ, അപ് ടു എക്സാം കോഴ്സ് വാലിഡിറ്റി, ടെലഗ്രാം സപ്പോർട്ട്, മെൻറ്റർഷിപ്പ് സപ്പോർട്ട്, ഇതെല്ലാം നിങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ എന്തായാലും ഈ കോഴ്സ് അപ് ടു എക്സാം വരെ അതുകൂടി നിങ്ങൾ നോട്ട് ചെയ്യുക. ഇതിലെല്ലാ സബ്ജക്റ്റും ഒന്നിച്ച് വിളിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾ HSSTയിലെ ജോലിയാണ് എയിം ചെയ്യുന്നതെങ്കിൽ, ആദ്യ റാങ്കാണ് എയിം ചെയ്യുന്നതെങ്കിൽ, എപ്പോഴും ആദ്യ റാങ്കിലേക്ക് എത്തുമ്പോഴാണ് ജോലി നമുക്ക് ഉറപ്പിക്കാൻ പറ്റുക. ആദ്യ റാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോഴേ പഠനം ആരംഭിക്കുക. അപ് ടു എക്സാം വരെ, എന്നാണോ എക്സാം നടക്കുന്നത് അന്ന് വരെ നിങ്ങൾക്ക് ഈ കോഴ്സിൻ്റെ വാലിഡിറ്റി ഉണ്ട് എന്നുള്ളതാണ്. എൻട്രി അങ്ങനെയാണ് എല്ലാ കോഴ്സും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സോ അതിനെ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. ഏറ്റവും മികച്ച രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ എൻട്രിയിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച കോഴ്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സോ HSST എൻട്രിക്കൊപ്പം നല്ല രീതിയിൽ പഠിക്കാം. കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് എൻട്രി കോൺടാക്ട് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. എൻട്രിയിൽ ഇതിൻ്റെ പ്ലാറ്റ്ഫോമിൽ നമ്മൾ യൂട്യൂബിലൂടെ സ്റ്റഡി പ്ലാനുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വീണ്ടും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.